ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് കുറേ ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധം, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ. അബദ്ധം പറ്റിയാൽ അവിടെ ഇട്ട് പോകാൻ പറ്റില്ലല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ഒരു റെഡിമെയ്ഡ് കുർത്തിയാണ്. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ ലെങ്തി, ബാക്കിന് നല്ല ലെങ്ത്താണ് നെക്കിന് വന്നിട്ടുള്ളത്. പലരും ബിഗിനേഴ്സ് പറയാറുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ എടുത്ത് കട്ട് ചെയ്യുമ്പം ഫ്രണ്ട് നെക്കിൻ്റെ അതേ അളവിൽ ബാക്ക് നെക്കും കട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് പോയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജായിട്ടും കോളായിട്ടൊക്കെ വരും. എൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ളവർ, നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ളവർ. അപ്പം മെനയാനം വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ പുതിയ ചുരിദാറാണ് മാം, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ച് ഭയങ്കര ടെൻഷനായിട്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാവുമല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഇത് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അബദ്ധം പറ്റിയെന്ന് വിചാരിക്കുക. അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചൊക്കെ എടുക്കുന്നവരാകുമ്പോൾ നല്ലോണം ഇറങ്ങിയിട്ട് വരും. ബാക്ക് ഇറക്കി കഴുത്ത് യൂസ് ചെയ്യുന്നവർക്ക് അത് വിഷയമല്ല, പക്ഷെ അല്ലാത്തവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ നെക്ക് വിഡ്ത്തും ലെങ്ത്തും എടുക്കണം. ഇത് വേറെ ക്ലോത്തിൻ്റെ അകത്തേക്ക് എടുക്കണം. അത് പീസ് വെച്ചിട്ട് നമ്മുടെ അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നെക്ക് ഫിനിഷിങ് ചെയ്തിട്ട് മാത്രമേ ഈ പീസ് നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ബാക്കിനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ട് ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ട. സ്റ്റാർട്ടിങ് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറയുന്ന പണി ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്, ഒരു ലോങ് ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ നെക്കാണ്. അപ്പോൾ അതിലും ചെയ്യണതും രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം അത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം ആദ്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടാകുമ്പോൾ തുണീനെ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്നറിയാം, അതിൻ്റെ വീതിക്ക് നമുക്ക് എത്രത്തോളം വീതിയാണ്, താഴത്തെ വിരിവിനനുസരിച്ചിട്ട് വീതി അവിടേക്കുള്ള വീടിൻ്റെ അതിൽ നമ്മൾ ആദ്യം നീളത്തിൽ അതിനെ മടക്കിയതിന് ശേഷം മാത്രം വീതിക്ക് തുണീനെ മടക്കുക. എത്രപ്പോൾ, അതായത് നമുക്ക് ഫുൾ ലെങ്ത് ആയിട്ടുള്ള സാധനമാണെങ്കിൽ 3 മീറ്റർ ക്ലോത്തിന് ആദ്യം എന്താക്കുക, തുണിയുടെ വീതിയിൽ മടക്കിയിട്ട് വേണം മേലേയും താഴോട്ടൊക്കെ നീളത്തിൽ മടക്കാൻ. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോൾഡർ നെക്കൊക്കെ അടയാളപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് എന്തായി, ഈ കണ്ടോ നിങ്ങൾ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൻ്റെ അകത്താണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗമാണ് ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം പകുതിയായിട്ട് വെറുതെ ബാക്ക് നെക്കും വരച്ച് നമ്മൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുക്കും, ആം ഹോള് ഒക്കെ കൊടുക്കും. അപ്പോൾ ഈ മടക്കിയ സമയത്ത് കണ്ടില്ലേ, ഇവിടെ 2 വശവും ഇങ്ങനെ മടക്കിയെങ്കിൽ തുണി കണ്ടില്ലേ ഇങ്ങനെ 2 എണ്ണമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗം, ഫ്രണ്ട് നെക്ക് വേറെ എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും, ബാക്ക് നെക്ക് വേറെ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മൈൻഡിലേക്ക് പെട്ടെന്ന് ക്ലിക്കാവും, ഓ ഇതിങ്ങനെ ബിഗിനേഴ്സിന് കേട്ടോ. അല്ലാത്തവർക്ക് പിന്നെ ചെയ്ത് ശീലത്തിൽ അങ്ങനെ വന്നോളും. എല്ലാവരും സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തുണീനെ നീളം അങ്ങോട്ടേക്ക് കുറച്ച് മടക്കി വെക്കും, എന്നിട്ട് ഇതേപോലെ വീതിക്ക് മടക്കുമ്പോൾ ഇത് ഒറ്റ പീസായിട്ടാണ് നമ്മുടെ ഈ എഡ്ജിൽ വരുന്നത്. നമ്മുടെ സൈഡിൽ, ഈ ഫോൾഡിങ് സൈഡിൽ ഒറ്റ പീസായിട്ടല്ലേ ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് വെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് മറ്റത് മാറ്റണം എന്നുള്ള ചിന്ത ബിഗിനേഴ്സിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാതായി പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ മടക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഇങ്ങനെ വീതി മടക്കി പിന്നെ ഇങ്ങനെ നീളം മടക്കുന്ന സമയത്ത് അവിടെ 2 ഭാഷമായിട്ട് നമ്മൾ കത്രിക തട്ടുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. അപ്പോൾ നമ്മളിത് ഇനി ചെയ്യാൻ പോവുകയാണേ. ഇതിൻ്റെ നീളം, ഈ നെക്കിൻ്റെ നീളം 5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. വീതി വന്നിട്ടുള്ളത്, നെക്ക് വിടുത്ത് വന്നിട്ടുള്ളത് 3 ഇഞ്ചാണ്. കണ്ടില്ലേ, ഈ 5 ഇഞ്ചും 3 ഇഞ്ചും ആണ്. അത് 4 ഫോൾഡിലാണ് നമ്മൾ ക്ലോത്തിനെ എടുക്കേണ്ടത് കേട്ടോ. ഈ തുണീനെ 4 ഫോൾഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. മേലെ ഭാഗം ഫോൾഡിങ് സൈഡാണ്, ഈ സൈഡും ഫോൾഡിങ് സൈഡാണ്. അങ്ങനെ തന്നെ ആക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി 2 പീസ് എങ്ങനെയോ ഒപ്പിച്ച് പീസൊക്കെ ആണെങ്കിൽ തയ്ച്ചിട്ട് മേലെ ഭാഗം ക്ലോസ്ഡ് ആക്കി വെക്കണം. അപ്പോൾ ഇതിനേക്കാളും 2 ഇഞ്ച് നീളവും അല്ലെ 1.5 ഇഞ്ചെങ്കിലും നീളവും വീതിയും കൂട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. അതായത്
3.5 എന്നുള്ളതിൽ 2 ഇഞ്ച് ഓളമാണ് ഞാനിപ്പോൾ കൂട്ടിയെടുത്തിട്ടുള്ളത്. ബിഗിനേഴ്സ് 2 ഇഞ്ചിൻ്റെ എടുത്തോളൂ, നിങ്ങൾക്ക് പോരായി ഒന്നും വരണ്ട. എന്നിട്ട് നമ്മൾ ഇതിന് നമുക്ക് വേണം ഈ ഒരു ഷേപ്പിൽ തന്നെ, ഈ സ്ക്വയർ ഷേപ്പിൽ വേണം ഇതിൻ്റെ കര ഭാഗം തയ്ച്ച് ഫിനിഷാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ റൗണ്ട് ഷേപ്പിലേക്ക് തന്നെ ഇതിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പം റൗണ്ട് ഷേപ്പിലേക്ക് തന്നെ വരച്ചിട്ടുണ്ട്. അപ്പം 3 ഇഞ്ച് വീടത്തിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത്. നീളം 7 ഇഞ്ചുമാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതിനിങ്ങനെ ചീത്തവശം മേലെയുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കുക. ഒരു വശം കുറച്ച് തയ്ക്കാതെ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് തയ്ക്കേണ്ട വശം അടയാളപ്പെടുത്തിയിട്ട് കാരണം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ 4 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയില്ലേ, ഇങ്ങനെ തയ്ച്ച് ഫുള്ളാക്കി എടുക്കുക. ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഒഴിവാക്കണേ. അതെന്തിനാ വെച്ചാൽ തുണീനെ ഇതിലേക്ക് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത വിധത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഗ്യാപ്പിലേക്ക് കൂടി തയ്ച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലേക്ക് കൂടി നമുക്ക് എന്താക്കണം, തുണീനെ അതായത് കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുത്ത് എന്നിട്ട് ഇതിന് സൈഡിൽ ഇങ്ങനെ കട്ട് കൊടുക്കണം. മറിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലല്ല, മറിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്നത് പോലെ ഇതേപോലെ കുഞ്ഞു കട്ടുകൾ കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഈ ഒരു ഗ്യാപ്പിലേക്ക് കൂടിയാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ തുണീനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കേണ്ടത്. കേട്ടോ, ഇങ്ങനെ ഗ്യാപ്പിലേക്ക് കൂടി ഇങ്ങനെ വലിച്ച് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുത്ത് അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ഞാൻ കുഞ്ഞി ഓപ്പൺ ഉണ്ടല്ലോ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയില്ല, ആ ഓപ്പൺ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ എൻഡിലേക്ക് കൂടി ഒരു പതിച്ചടിക്കൽ അങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ ഇതെന്തായി, ഒരു പീസായി. ഇതിന് തയ്യൽ തുമ്പൊന്നും എവിടെ കാണാൻ നല്ല വൃത്തിയുള്ളൊരു പീസായി. ഈ പീസിനെ നമ്മൾ നെക്കിലേക്ക് വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നെക്കിലേക്ക് വെച്ചിട്ടാണുള്ളത്, വെറുതെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാണ്. എന്നിട്ട് ആ എൻഡിലേക്ക് കൂടി മീൻസ് നമ്മൾ നെക്ക് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പതിച്ചടി അടിച്ചില്ലേ, അതുമേലെ കൂടി തന്നെ അങ്ങോട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ബാക്ക് നെക്ക് കാണുന്നതാണ് ഇതിൻ്റെ പതിച്ചടി കണ്ടല്ലേ, ആ ഭാഗത്തേക്ക് കൂടി അങ്ങോട്ടേക്ക് തയ്ച്ചു കൊടുത്താൽ മതി. ഇതിപ്പം ഇങ്ങനെ ഫുൾ ഫിനിഷിങ് കഴിഞ്ഞ ഡ്രസ്സായതുകൊണ്ട് കുറച്ചൊരു പണി ഉണ്ടാവും മെഷീനിൽ കയറ്റാനൊക്കെ, ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് കയറ്റണമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എവിടെയും തുണികൾ കുടുങ്ങി പോവാതെയൊക്കെ തയ്ക്കുക. ഇങ്ങനെ പിന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ കുറേം കൂടി സൗകര്യമാണ്. അപ്പോൾ ഈ ഒരു തയ്യലിലേക്ക് കൂടി അങ്ങോട്ടേക്ക് തയ്ച്ച് കൊടുത്താൽ മതി. 2 സൈഡിലും ഈ താഴെ വേണമെങ്കിൽ താഴെ ഒരു പിന്ന് അങ്ങോട്ട് കുത്തി ഫിക്സ് ആക്കി കൊടുക്കുക. അപ്പം മറ്റേ നെക്കുമായിട്ട് പിന്ന് കുത്തുന്ന സമയത്ത് കുടുങ്ങിപ്പോവരുത്, ഇത് മെഷീനിനകത്ത് കയറ്റുന്ന സമയത്തും ഒന്നും കുടുങ്ങിപ്പോവരുത്. എല്ലാം നോക്കി നല്ലോണം ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ മതി കേട്ടോ. തിരക്കൂട്ടി ആരും ചെയ്യേണ്ട, തിരക്കൂട്ടി ചെയ്ത് കൊളായാൽ കളിയാക്കാൻ ആളുണ്ടാവും, നന്നായാൽ എന്താ പറയുക നമ്മളെ പ്രോത്സാഹിപ്പിക്കാനാണ് ആൾ കുറവുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് മെഷീനിലേക്ക് വെക്കുമ്പോൾ കണ്ടില്ലേ ആ ഫ്രണ്ട് നെക്ക്, ഇതിപ്പോൾ നമ്മൾ ബാക്ക് നെക്കിലാണല്ലോ പീസ് കൊടുക്കുന്നത്, ഫ്രണ്ട് നെക്കിനൊക്കെ അങ്ങോട്ട് നല്ലോണം വിരിച്ച് വെച്ച് നല്ലോണം ഉറപ്പ് വരുത്തി എന്നിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നിങ്ങനെ മെല്ലെ തയ്ച്ച് വരുമ്പോൾ മെല്ലെ അങ്ങോട്ട് ഊരിയാൽ മതി. എന്നിട്ട് ആ ഒരു തയ്യലിലേക്ക് കൂടി തന്നെ തയ്ക്കുമ്പോൾ എന്താ, ഈ ഡ്രസ്സ് നോക്കുന്ന സമയത്ത് കുറേ തയ്യൽ അവിടെയും ഇവിടെ ഒന്നും കാണൂല, ഒറ്റ തയ്യൽ തന്നെ വൃത്തിയിലായി കിട്ടിക്കോളും. ഈ ഒരു തയ്യലിലേക്ക് കൂടി കംപ്ലീറ്റ് ഈ ഷേപ്പ് കംപ്ലീറ്റ്. അപ്പോൾ ഷോൾഡറിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് വെക്കരുതിട്ടോ, ഞാൻ വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ഒരു ഇഞ്ചിലോ അല്ല 2 ഇഞ്ചെങ്കിൽ 1.5-2 ഇഞ്ച് നമുക്ക് താഴ്ത്തിയിടാം. ബാക്കിനൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ, ചെറിയ താഴ്ച കൊടുക്കണമല്ലോ, അല്ല ഞാൻ ഇത് കഴുത്തിലേക്ക് കൂടി കയറാതായി പോലെ, തലയിലേക്ക് കൂടി കയറാതായി പോലെ. ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തൊരു പതിച്ചടിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റായി കഴിഞ്ഞു. ഇത്ര പണിയേ ഉള്ളൂ. ഒരുപാട് ആളുകൾ എനിക്ക് പാവം തോന്നും ചെയ്യും കേട്ടോ, ഇങ്ങനെ അബദ്ധം പറ്റിയിട്ട് ഇങ്ങനെ വിളിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പേടിക്കും. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ വിലൻ്റെ ക്ലോത്തൊക്കെയാണ് സമയത്താണ് എല്ലാവർക്കും കുറച്ച് ടെൻഷൻ കൂടുക. അപ്പം നിങ്ങൾ ഈ കട്ടിങ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ തുണീനെ ഫോൾഡ് ചെയ്ത് തയ്ക്കുന്ന സമയത്ത് ഇത് നമുക്ക് വേഗം മനസ്സിലേക്ക് വരും. ഇതിങ്ങനെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് എന്താണെന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ചിലപ്പം പിന്നെ ബാക്ക് നെക്ക് കുറച്ച് വിടുത്ത്, ബാക്കിലൊക്കെ നെക്കിൻ്റെ വിടുത്ത് കൂടിപ്പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഇതേപോലെ 2 ഡോറി ഉണ്ടാക്കുക. ഡോറി മീൻസ് 2 കയറുണ്ടാക്കുക. എന്നിട്ട് 2 സൈഡിലും ഇങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ആ കയറുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ എന്താവും, ഈ നെക്ക് വിടുത്ത് കൂടിയാലും അതിങ്ങോട്ട് ഷോൾഡറിലേക്ക് ഇറങ്ങിപ്പോരുന്ന ബുദ്ധിമുട്ടില്ലേ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നമ്മൾ ചില ഫാഷനബിൾ ഡ്രസ്സുകൾ കണ്ടിട്ടില്ലേ, ബാക്കിനൊക്കെ നല്ല വൈഡായിരിക്കും, പക്ഷേ അങ്ങനെ വെറുതെ വൈഡാക്കിയിട്ടുള്ള നെക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ അതിനൊരു സ്റ്റൈലായിട്ടാണ് ഈ ഒരു കെട്ട് വരുന്നത്. അത് നമുക്ക് അബദ്ധം പറ്റിപ്പോയാലും ചെയ്യാവുന്ന ഒരു പരിഹാരമായിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബൈ.